എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡീസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ നമ്മുടെ ചാനലിലൂടെ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകളെ കുറിച്ചിട്ട് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത്. ഇന്ന് ശരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പറയാറുണ്ട്, ഒരു മോട്ടിവേഷൻ വേണം അല്ലെ. എന്താണ് അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കും, അങ്ങനെ മോട്ടിവേഷൻ ഒക്കെ കൊടുത്തത് കൊണ്ട് ആളുകൾക്ക് മാറാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ആ പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുമോ? ഇപ്പൊ നമ്മൾ റെക്ടിഫൈഡ് ആൻസർ കീ ഒക്കെ വന്ന് എല്ലാവരും കുറച്ചിങ്ങനെ എന്താ പറയാ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ആളുകളുടെ കാര്യം സന്തോഷമാണ്. അതല്ലാതെ കുറച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മൾക്ക് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പറ്റിയ സമയം. അതിനോടൊപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തില് മാതൃഭൂമി സപ്ലിമെന്റില് ഒരു വാർത്ത വായിക്കാനിടയായി. ഇരട്ടക്കൊലയില് പ്രതിയായിട്ടുള്ള ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി മാനസാന്തരം സംഭവിച്ച് ഇപ്പോൾ നന്മകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരാളായി മാറിയ ഒരു വാർത്ത. അപ്പൊ അതുകൂടി എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് വലിയൊരു പ്രചോദനമായി. ഞാൻ ചിന്തിച്ചിരുന്നത്, നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ മാറ്റാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും അല്ലെ. ഇൻസ്പിറേഷണൽ വേർഡ്സ്, അതല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന പ്രവർത്തികൾ, അതല്ലെങ്കിൽ ചില അനുഭവങ്ങൾ, അങ്ങനെ മാറ്റി മറിച്ച ധാരാളം സാഹചര്യങ്ങൾ ഈ ലോകത്തില് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ വളരെ എന്താ പറയാ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ വാക്കുകൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തു തരുന്നത്. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവരെ മാറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും മാറ്റും അല്ലെ. പുരാണ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ വാത്മീകിയായി മാറിയ കഥ. അതുപോലെ തന്നെ ചില എന്താ പറയാ അനുഭവങ്ങൾ. ഗാന്ധിജി ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് കോട്ടും സൂട്ടും അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളിലൊക്കെ ആകൃഷ്ടനായിരുന്ന ഗാന്ധിജി ഇന്ത്യയുടെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു മുണ്ടിലേക്കും തോർത്തിലേക്കും ഒതുങ്ങിയ കഥകൾ. ഇതൊക്കെ നമ്മൾക്ക് എന്താണ് ജീവിതത്തിൽ വളരെ ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറാനായിട്ട് പറ്റും അല്ലെ, സാധിക്കും. പ്രവർത്തികളിലൂടെ, അനുഭവങ്ങളിലൂടെ, മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയൊക്കെ മാറാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ ഈ ഇൻസ്പിറേഷണൽ അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പേരുടെ ചില കോട്ട്സ് പറഞ്ഞുകൊണ്ട് അവരുടെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതിൽ. അതിൽ പ്രധാനി തന്നെയാണ് നമ്മുടെ ഇവിടെ ചിത്രത്തിൽ കാണുന്ന ആരാണ്? പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ പുസ്തകം നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകം തന്നെയാണ്. വായനാശീലം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തില് പുസ്തകങ്ങളൊക്കെ നമ്മളുടെ ചിന്തകളെ എന്താ പറയാ ചിന്തകളെ വളർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം പൗലോ കൊയ്ലോയെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ. ബ്രസീലിയൻ സാഹിത്യകാരനാണ്. 1988 അദ്ദേഹം ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. പോർച്ചുഗീസ് ഭാഷയിലാണ് അദ്ദേഹം അത് എഴുതി തയ്യാറാക്കിയത്. ഏകദേശം ഒരു 67-70ഓളം ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗിന്നസ് ബുക്കിൽ ഇടം നേടുകയും ചെയ്തു. ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ഏറ്റവും കൂടുതൽ തവണ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം, കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. മലയാളത്തിലേക്കും അത് എന്ത് ചെയ്തിട്ടുണ്ട്? വിവർത്തനം ചെയ്തിട്ടുണ്ട് രമാ മേനോൻ അല്ലേ. അപ്പൊ അത് വായിക്കുക കിട്ടുകയാണെങ്കിൽ. നമ്മളുടെ
ദി ആൽക്കമിസ്റ്റില് സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ ഇതിനും കണ്ട ഒരു സ്വപ്നത്തിന്റെ പുറകെ പോകുന്നതാണ് അതിലത്തെ കഥ എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ പിരമിഡുകൾക്കിടയിലൂടെയൊക്കെ സഞ്ചരിച്ച് ആ നിധി, സ്വപ്നത്തിലെ നിധിയാണ് കണ്ടത്, ആ നിധി തേടിക്കൊണ്ടിരിക്കുന്നതാണ് അതിലെ പ്രമേയം. അദ്ദേഹം ആ നിധി കണ്ടെത്തുന്നുണ്ട്. പൗലോ കൊയ്ലോയുടെ മനോഹരമായിട്ടുള്ള വരികൾ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യാനൊക്കെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ, അല്ലെ, ഒരു കാര്യം നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം തീർത്തും എന്താണ്, തീവ്രമാണെങ്കിൽ അല്ലെങ്കിൽ ജനുവിനാണെങ്കിൽ അത് നേടിത്തരാൻ ഈ ലോകം അതല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പൗലോ കൊയ്ലോയുടെ വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, കേൾക്കാറുണ്ട്. എനിക്കും നിങ്ങളോട് അത് തന്നെയാണ് പറയാറുള്ളത്, പറയാൻ ഉള്ളത്, അല്ലെ. നമ്മൾ നേടണം എന്ന് വിചാരിച്ച് ആരാണ് അത് വിചാരിക്കേണ്ടത്? നമ്മളാണ് വിചാരിക്കേണ്ടത്. വേറൊരാൾക്കും നമ്മളെ അത് വിചാരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. നമ്മളാണ് അത് നേടണം, അല്ലെ. നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് സഹായിക്കാൻ ലോകം, പ്രപഞ്ചം ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ടാകും. ഈ പറഞ്ഞ കോഴ്സ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ മനോഹരമായിട്ടുള്ള ധാരാളം കോഴ്സ് ചിന്തകളൊക്കെ ഉള്ള ഒരു പുസ്തകമാണ് ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പൗലോ കൊയ്ലോ അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, പറയാം, അല്ലെ. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നറിയോ? ഒന്നും വെറുതെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം വെറുതെ ലഭിക്കുന്നതൊന്നും നമ്മൾക്ക് എന്താണ്, ഉതകുന്നതല്ല. നമ്മൾക്ക് എന്തെങ്കിലും കാര്യം വെറുതെ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നേടണം എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നേടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ വെറുതെ കിട്ടണം എന്നുള്ളതൊന്നും ആരും ആഗ്രഹിക്കരുത്. രണ്ടാമത് അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഓരോ സന്ദേശങ്ങളും ഓരോ കോട്സ് ആയിട്ടാണ് പറയുന്നത്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, അല്ലെ. അങ്ങനെ വേറെ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് എന്ന് പറയുന്നത് മനോഹരമായിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, ആരെയും അത്ര നിസ്സാരമായിട്ട് കാണരുത്. കാരണം നമ്മൾ അത്ര നിസ്സാരമാണ് എന്ന് കരുതുന്ന പല ആളുകളും പല സാധനങ്ങളും നാം പിന്നീട് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ഉപകാരപ്രദമായിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ എങ്ങനെയാ ഞങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നത്, അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അറിവുകളും എന്താണ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒന്നിനെയും നിസ്സാരമായിട്ട് കാണണ്ട. ഒരു ചെറിയ പുസ്തകത്തിൽ നിന്നും ഒരു റാങ്ക് ഫയലിൽ നിന്നും നമ്മൾ ഒരു കുഞ്ഞു കാര്യമാണ് പഠിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതായിരിക്കും. നമ്മൾ കിട്ടുന്ന ഓരോ ടോപ്പിക്കുകൾ, ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക എന്നുള്ളതാണ്, അല്ലെ. ആ ഒരു സന്ദേശം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മളുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. ഒന്നിനെയും എന്താണ്, നിസ്സാരമായിട്ട് കാണരുത്. എന്താണ്, നമ്മൾ ചിലപ്പോൾ നിസ്സാരമാണ്, പഠിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നതായിരിക്കാം നമ്മൾക്ക് പലപ്പോഴും എന്താണ്, അതിൽ നിന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം വരുന്നത്. ആളുകളും അതുപോലെ തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ജീവിതയാത്രയിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു സന്ദേശമാണ്, അല്ലെ. നമ്മൾ ആളുകളെ ആരെയും നിസ്സാരരായിട്ട് അല്ലെങ്കിൽ നിസ്സാരമായിട്ട് എന്ത് ചെയ്യരുത്, കാണരുത് എന്നുള്ളത്. പിന്നെ മൂന്നാമത് അദ്ദേഹം പറയുന്ന വേറൊരു സന്ദേശം എന്ന് പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. അതെന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്കൊരു ഗുരു അതല്ലെങ്കിൽ ഒരു വഴികാട്ടി ആവശ്യമാണ്. എന്താണ് നമ്മളുടെ പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതെങ്ങനെയാ ബന്ധപ്പെട്ട് കിടക്കുന്നത്? നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ ആ വഴിക്ക് നയിക്കാനായിട്ട് ആരാവശ്യമുണ്ട്? ഒരു ഗുരു അല്ലെങ്കിൽ വഴികാട്ടി ആവശ്യമുണ്ട്. പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, നമ്മളിരുന്ന് പഠിക്കുന്നതും വേറൊരാൾ ഒരു വഴികാട്ടി ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടെ പഠിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പൗലോ കൊയ്ലോയുടെ ആ സന്ദേശവും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, അല്ലെ. കാരണം
നിങ്ങൾക്കൊരു വഴികാട്ടി ആവശ്യമുള്ള സമയമാണ്, ഒരു ഗുരു ആവശ്യമുള്ള സമയമാണ്. ഇനി ഞാൻ എങ്ങനെയാണ് പോവേണ്ടത്? ഒരുപാട് തവണ ഞാൻ ഇതിനു വേണ്ടി തയ്യാറെടുത്തു, ശ്രമിച്ചു, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ചിന്തകൾ മാറ്റിവെച്ച് ശരിയായിട്ടുള്ള ഒരു ഗുരുവിനെ, ഒരു വഴികാട്ടിയെ തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അല്ലെ, ഒരുപാട് പേര്. അപ്പോൾ എന്താണ് നമ്മളുടെ ലക്ഷ്യം? അതിലേക്ക് എത്താനുള്ള ഒരു ഗുരുവിനെ, വഴികാട്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഭാവിയിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് K.TET എക്സാം. കഴിഞ്ഞ K.TET എക്സാമിൽ 450-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന K.TET എക്സാമുകൾക്ക് വേണ്ടി ഇതാ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. പിന്നെ അടുത്തത് പറയുന്നത് അവസരങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും എല്ലാവരുടെയും മുൻപിൽ ഇങ്ങനെ എന്തെയും വന്ന് മുട്ടി വിളിക്കും. എല്ലാവർക്കും എന്തുണ്ട്? അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മളുടെ വിധി എന്ത് ചെയ്യുന്നത്? നിർണയിക്കുന്നത്. അല്ലെ, എല്ലാവർക്കും അവസരങ്ങളുണ്ട്, എല്ലാവർക്കും സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ നമ്മൾക്ക് പറ്റുന്നില്ല. ഈ അവസരങ്ങൾ വന്ന് മുട്ടി വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ വിധി അവിടെ എന്ത് ചെയ്യാണ്? നിർണയിക്കപ്പെടുകയാണ്. ഇപ്പോഴാണ് നിങ്ങൾ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും എന്താണ്? തീരുമാനിക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെ. പിന്നെ പലതും നിങ്ങളെ ഉപദേശിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പൗലോ കൊയ്ലോ അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നൽകിയ സന്ദേശമാണ്. എന്താണത്? പലതും നമ്മളെ ഉപദേശിക്കും. അതെല്ലാം ശരിയാണ് എന്നുള്ളത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വിചാരിക്കരുത്. അതിൽ എന്താണ് വേണ്ടത്? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രം എന്താണ്? സ്വീകരിക്കുക. ഇപ്പൊ എല്ലാവരും എന്താ പറയാ, വളരെ കൺഫ്യൂഷൻ. എന്ത് ചെയ്യണം, ഏത് സ്വീകരിക്കണം അല്ലെ, ഏത് കോഴ്സ് ചെയ്യണം, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അവിടെ ചേരൂ, ഇവിടെ ചേരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ നമ്മൾക്ക് പലതരത്തിലുള്ള ഉപദേശങ്ങളും എന്തെയും നൽകും. അപ്പൊ ശരിയാണ്, ഏതാണ് എന്നുള്ളത് ചിന്തിച്ച് അതിനുശേഷം മാത്രം തീരുമാനമെടുക്കുക. അപ്പൊ പൗലോ കൊയ്ലോയുടെ ആ വാക്കുകളിനെ കടമെടുത്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് പൗലോ കൊയ്ലോ ധാരാളം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ നിന്നും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു 5-6 കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തിയും അല്ലെ, ശ്രീബുദ്ധന്റെ സന്ദേശങ്ങളിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെറ്റുകള് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എല്ലാവർക്കും എന്ത് ചെയ്യാം? തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അതെന്ത് ചെയ്യരുത്? ആവർത്തിക്കരുത് അല്ലെ, എന്ത് ചെയ്യരുത്? ആവർത്തിക്കരുത്. കാരണം എന്താ വെച്ചാൽ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം, അതൊരാളുടെ കുറവല്ല. എന്നാൽ ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് തെറ്റാണ്. അപ്പൊ നമ്മൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് അല്ലെ? എന്താണ് എനിക്ക് സംഭവിച്ച തെറ്റുകൾ? എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയത്? അപ്പൊ അതെന്താണ് എന്നുള്ളത് തിരിച്ചറിയാം. വീണ്ടും അത് തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അത് നമ്മുടെ കുഴപ്പമാണ്. ഒരിക്കൽ പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് എന്തല്ല, കുഴപ്പമില്ല, സ്വാഭാവികമാണ്, എല്ലാവർക്കും സംഭവിക്കാം, അതൊരു കുറവല്ല. എന്നാൽ തെറ്റുകൾ എവിടെയാണ് പറ്റിയത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. നമ്മൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിത്തറ ഉണ്ടല്ലോ, ഈ അടിത്തറ, ആ ബേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശ്രീബുദ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ്:
വിത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള ഫലം മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലെ, ആ ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഫലം, വിത്ത് കൊഴുത്ത് എങ്ങനെയാണോ ഇടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫലം മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ, ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തായിരിക്കണം, അതീവ ജാഗ്രതയോടുകൂടെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങുക, നമ്മളുടെ ബേസ് അല്ലെ, ആ വിത്ത് വളരെ ശക്തമാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫലം ലഭിക്കുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇപ്പൊ പഠിക്കണ്ട അല്ലെ, ഇനി ഉണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ വരട്ടെ, പരീക്ഷാ സമയം ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറ്റി വെച്ചുകൊണ്ടിരിക്കും. കാര്യങ്ങൾ ഇന്ന് വേണ്ട, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മാറ്റി വെക്കരുത്. നമ്മൾ ഇന്ന് ചെയ്തു തുടങ്ങുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. നമ്മൾ ഒരു കാര്യം ചെയ്തു തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ, അത് പിന്നീട് നമ്മുടെ എന്തായി മാറും, ശീലമായിട്ട് മാറും. ദിവസം 2-3 മണിക്കൂർ പഠിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. 1-2 ദിവസമൊക്കെ നമുക്ക് കൃത്യമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ ജോലി ചെയ്യുന്നവരുടെ, സമയമില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. വെറുതെ വീട്ടിലിരിക്കുന്നവർ 3 മണിക്കൂറൊന്നല്ല, കൂടുതൽ സമയം എടുത്ത് പഠിക്കുക തന്നെ വേണം. അപ്പൊ സമയമില്ലാത്തവർ ദിവസം ഞാൻ നിർബന്ധമായിട്ടും ഇത്ര സമയം പഠിച്ചിരിക്കും, ഇത്ര ടോപ്പിക് ഞാൻ കവർ ചെയ്തിരിക്കും എന്നുള്ളത് അത് നമ്മുടെ ഒരു ശീലമാക്കി മാറും. ഒരു ദിവസം, 2 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾക്ക് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മളുടെ എന്തായി, റുട്ടീനായിട്ട്, ശീലമായിട്ട് എന്ത് ചെയ്യും, മാറും. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LPUP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, തിരിച്ചു കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഫലമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലഭിക്കുക. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ലഭിക്കും. ഒരാളുടെ ഒരു കോട്ട് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. നമ്മൾക്ക് ഏവർക്കും ഇഷ്ടമുള്ള, ലോക പ്രശസ്തനായിട്ടുള്ള ബ്രൂസ് ലീ പറഞ്ഞ ഒരു കൊട്ടേഷനാണ്. അതോടുകൂടി തന്നെ നമ്മളുടെ ഈ വീഡിയോ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? 10,000 അടവുകൾ അറിയുന്ന ഒരാളെ എനിക്ക് പേടിയില്ല. അല്ലെ, കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും പരിചിതമാണ്. 10,000 അടവുകൾ അറിയുന്ന ഒരാളെ എനിക്ക് പേടിയില്ല. പകരം ഒരടവ് 1000 തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളെ എനിക്ക് എന്താണ്, ഭയമാണ്, പേടിയാണ് എന്നുള്ളത് ബ്രൂസ് ലീ പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഒരു കാര്യം നമ്മൾ ഒരുപാട് തവണ നിരന്തരം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ എന്തായി മാറും, പ്രഗത്ഭരായിട്ട് മാറും, പ്രാവീണ്യമുള്ളവരായിട്ട് മാറും. അല്ലെ, ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് 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 എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബ്രൂസ് ലീയുടെ സ്റ്റെപ്പുകളാണോ ഫോളോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ എന്ത് ചെയ്യുക, ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് ആർക്കും സാധിക്കില്ല. അല്ലേ? അപ്പോ ജീവിത വിജയത്തിനായിട്ട് ഒരു കാര്യത്തിലും മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെ, ആ ലക്ഷ്യത്തിൽ മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യത്തിനെ മുന്നോക്കി നടക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണണം, നിർബന്ധമായിട്ടും കാണുകയും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. കാരണം ഇത് നമ്മളുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് 1-2 ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. മഹാനായിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ പുസ്തകത്തിലൂടെ, അവരുടെ കാഴ്ചപ്പാടിലൂടെ ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന വ്യത്യസ്ത ജീവിത സന്ദേശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. വിജയാശംസകൾ.